ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൊമിനോ ദീപക്സ്. ഞാനും എൻ്റെ ഫാമിലിയും കൂടി ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഈഞ്ചക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വില്ല മായ എന്ന റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റാണ്. വളരെ കാം ആൻഡ് പീസ്ഫുള്ളായിട്ട് നമുക്ക് വന്നിരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഞാനിപ്പം കുറച്ച് ഫുഡൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്ന ഉടൻ തന്നെ ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയിലൊരു ചാട്ടാണ് അല്ലേ, ഇത് ചാട്ടല്ലേ, ഒരു ചാട്ടും പിന്നെ ഒരു വെൽക്കം ഡ്രിങ്കും തന്നിട്ടുണ്ട്. എന്താണെന്നുള്ളത് അറിയത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കട്ടെ എന്താണെന്നുള്ളത്. ഇത് മാംഗോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, റോ ആയിട്ടുള്ളൊരു മാംഗോ ആണ്. അതിൻ്റെ കൂടെ ഒരു ചാട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കഴിച്ചിട്ട് നമ്മളുടെ ബാക്കി ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ഓവറോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ വില്ല മായ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇത് അത്ര നിസ്സാരപ്പെട്ട ഒരു ബിൽഡിംഗ് ഒന്നും അല്ല കേട്ടോ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ചരിത്രമൊക്കെ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. ഇപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും ചരിത്രം പറയുന്നില്ല, എന്നാലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ 18-ാം നൂറ്റാണ്ടിലെ അന്നത്തെ നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവില്ലേ, മഹാരാജാവിന് ഇവിടെ 4 അമ്മ വീടുകളുണ്ടായിരുന്നു. അമ്മ വീടുകൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, ഈ രാജ്ഞിമാരെ താമസിപ്പിക്കുന്ന വീടുകളാണ്. അപ്പോൾ ഈ 4 അമ്മ വീടും ശരിക്കും പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയുണ്ടല്ലോ, പടിഞ്ഞാറേ നടയിൽ നിന്ന് നമ്മൾ ഈഞ്ചക്കലിലോട്ട് വരുന്ന ആ ഒരു റോഡ്, അത് ശരിക്കും പറഞ്ഞാൽ ആറാട്ട് റോഡെന്നാണ് അറിയപ്പെടുന്നത്. അതായത് മഹാരാജാവ് ആറാട്ടിന് ശംഖുമുഖത്തോട്ട് പോകുന്നത് ഈ റോഡിൽ കൂടെയാണ്. അപ്പോൾ ഈ റോഡിൻ്റെ ഇരുഭാഗത്തുമായിട്ടാണ് ഈ അമ്മ വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. അതിൽ അരുമന എന്ന് പറയുന്ന അമ്മ വീടാണ് ഇപ്പോൾ ഈ വില്ല മായ റെസ്റ്റോറൻ്റായി മാറിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. പിന്നെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 4 അമ്മ വീടുകളെക്കുറിച്ചും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും എല്ലാം വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബിൽഡിങ്ങിന് ചുറ്റുമുള്ള ഈ സ്പേസ് കംപ്ലീറ്റ് നിറയെ ഗ്രീനറിയാണ്. അതിൻ്റെ ഇടയിലാണ് ഇവർ ഈ ടേബിൾസൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അത് ലൈറ്റിൽ ചെറിയ ഡിം ലൈറ്റിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. 18th സെഞ്ച്വറിയിലെ ആ ഒരു ഡച്ച് ആർക്കിടെക്ചർ, ആ ഒരു മോഡലിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിൽഡിംഗ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ ആ ഒരു റോയൽ ലുക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആ ക്രിസ്മസ് ടൈപ്പ് ഡെക്കറേഷൻസ് ആണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ എല്ലായിടവും ഇപ്പം കംപ്ലീറ്റ് ഇങ്ങനെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറേ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവരുടെ ക്രിസ്മസ് ഓഫേഴ്സാണ് കണ്ടോ, പല ടൈപ്പ് ഹാമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസും മറ്റ് ഡീറ്റെയിൽസും എല്ലാം അവരിവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്നുകിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് വന്നിട്ട് നമുക്ക് ഈ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് വാങ്ങിക്കാൻ പറ്റുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ ബിയർ അതുപോലെ വൈൻ സെർവ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ ഇവിടെ ഡിസ്പ്ലേയും ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടെ കോക്ടെയിൽസും അവൈലബിൾ ആണ്. ബിയറും അതുപോലെ വൈനും വെച്ചിട്ടുള്ള കോക്ടെയിൽസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ബിൽഡിംഗ് ടോട്ടലായിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ലൈറ്റിങ്ങും അതുപോലെ ഇതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ ശൈലിയും എല്ലാം കാണുമ്പോൾ തന്നെ ആ ഒരു ശരിക്കും 18th സെഞ്ച്വറിയിലുള്ള ആ ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. അതേ നമ്മുടെ ഫുഡൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇനി ഞാൻ ഫുഡിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ബിയർ ആൻഡ് വൈൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ അത് സെർവ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു സ്റ്റാർട്ടർ പറഞ്ഞിട്ടുണ്ട്, തങ്ക്ലി കബാബാണ്. അപ്പം 4 പോർഷനാണ് അവർ തന്നേക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് 3 ചട്നിയുണ്ട്. ആദ്യത്തേത് എനിക്ക് തോന്നുന്നു ഡേറ്റ്സ് ആണ് അവർ പറഞ്ഞത് അല്ലേ, ഡേറ്റ്സ് ആൻഡ് മാംഗോ. പിന്നെ മിൻറ്റിൻ്റെ ഒരു ചട്നിയുണ്ട്, പിന്നെ പൈനാപ്പിളിൻ്റെ ഒരു ചട്നി. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാർട്ടറൊക്കെ കിട്ടുന്നത്. ഓക്കെ, ഇതിനകത്ത് കുറേ സാലഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ടിപ്പിക്കലായിട്ടുള്ള ആ ഒരു ട്രഡീഷണൽ തങ്ക്ലി കബാബിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. ഇത് കൊള്ളാം കേട്ടോ, ഓവർ സ്പൈസി ഒന്നുമല്ല, പക്ഷെ വളരെ ടേസ്റ്റിയാണ്. ഇപ്പം ഞാൻ ഈ മിൻ ചട്നിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. എനിക്ക് മിൻ ചട്നി എപ്പോഴും ഇഷ്ടമാണ്. പിന്നെ അത് കുറച്ച് മിൻ ചട്നിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു.
മിൻ ചട്നിയിൽ കാന്താരി ഉണ്ട്, അതിൻ്റെ ഒരു എരിവ് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്കത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റിയ ഡിഷാണ്. അപ്പം നമ്മളുടെ മെയിൻ കോഴ്സ് നമ്മൾ 2 ഡിഷാണ് ഓർഡർ ചെയ്തത്. ഒന്ന് സിറിയൻ ബീഫ് വിത്ത് കേരള പൊറോട്ട, അതിൻ്റെ കൂടെ ദാലും കൂടെ തന്നിട്ടുണ്ട്. കണ്ടിട്ട് വളരെ ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ബീഫ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ബീഫ് കണ്ടു കഴിഞ്ഞാൽ വളരെ ടെംപ്റ്റിംഗ് ആണ്. അതുകൂടാതെ ചിക്കൻ വിത്ത് വൈറ്റ് റൈസ് അല്ലേ, കോഴി ചെറിയ ഉള്ളിയിൽ വഴറ്റിയെടുത്തേക്കുന്ന ആ ഒരു പ്രിപ്പറേഷനാണിത്. ചിക്കൻ വിത്ത് സ്റ്റീംഡ് റൈസ്. ഇതാണ് നമ്മളിപ്പം ഓർഡർ ചെയ്തേക്കുന്ന 2 മെയിൻ കോഴ്സ്. 3 പേർക്കും കൂടെ നമ്മൾ ഇത്രയും ഇതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്കിനി കഴിച്ചു നോക്കാം. ചൂട് പൊറോട്ട കേട്ടോ, നല്ല നെയ്യിലൊക്കെ ഇട്ട് ചെയ്തേക്കുന്ന പൊറോട്ടയാണ്. പൊറോട്ടയും നമ്മുടെ സിറിയൻ ബീഫ്. ഒരു ടേസ്റ്റ് കേട്ടോ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ബീഫ് നല്ല ഉള്ളിലൊക്കെ ഇട്ട് നല്ല വഴറ്റിയെടുത്തേക്കുവാണ്. ഇതൊരു രക്ഷയില്ല. ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്ത് ഈ ഒരു ഡിഷ് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ബീഫ് ഒരു രക്ഷയില്ലായിരുന്നു, നല്ല കിടു ബീഫായിരുന്നു. നമ്മുടെ തനി കോട്ടയം സ്റ്റൈലിലുള്ള ആ ഒരു സിറിയൻ ബീഫ് സൂപ്പറായിരുന്നു. ഇനി അതുപോലെ ചിക്കനുണ്ട്. ഇതും ഒരു നാടൻ ചിക്കൻ തന്നെയാണ്. ഞാൻ ചിക്കൻ മാത്രം ഇനി കഴിച്ചു നോക്കട്ടെ. കൊച്ചുള്ളിയിലിട്ട് വഴറ്റിയ ചിക്കനാണ്. അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം വരുന്നുണ്ട്. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡിഷാണ്. സൂപ്പറായിട്ടുള്ള കേട്ടോ. പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും റൈസിൻ്റെ കൂടെ ആണെങ്കിലും ഈ 2 ഡിഷും സൂപ്പറായിരിക്കും. ഈ ചിക്കനും ബീഫും കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ദാല് വേണ്ടാന്ന് വയ്ക്കും. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് ദാല് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നോക്കട്ടെ. വളരെ ട്രഡീഷണലായിട്ട് ചെയ്തേക്കുന്ന ഒരു കറിയാണ്. സൂപ്പറാണ്. നമ്മൾ ഇതിൻ്റെ മുന്നിൽ അത് കഴിക്കാതിരിക്കരുത്. അത് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് അതിനുണ്ട്. അപ്പോൾ ഓവറോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡിന്നറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, സൂപ്പറാണ്. പിന്നെ ഇതൊന്ന് കഴിക്കണ്ടേ. ഇവിടുത്തെ വാഷ് യൂണിറ്റിലോട്ട് പോകുന്ന ആ ഒരു കോറിഡോറാണ് കേട്ടോ ഇത്. അതുപോലെ ഇവിടുത്തെ വാഷ് ബേസിൻ കണ്ടോ, നമ്മളുടെ ഈ ഉരുളിയില്ലേ, ആ ഉരുളിയാണ് ഇവിടെ വാഷ് ബേസിനായിട്ട് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ കാണിച്ചത്. പിന്നെ ഇവിടെ ഇവർക്ക് കിട്ടിയേക്കുന്ന കുറേ അവാർഡ്സിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇവിടെ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വാളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഡിന്നറൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ആംബിയൻസിൽ നല്ല കിടിലം ഒരു ഡിന്നർ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാ ടൈപ്പ് ഡിഷസും അവൈലബിൾ ആണ്. ഞങ്ങൾ ഇന്നിപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ഡിഷസാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. കാര്യം നമുക്ക് ആ ഒരു ഡിഷ് കഴിക്കാനുള്ളൊരു മൂഡായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും നല്ല എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ഞങ്ങൾ 2 മെയിൻ കോഴ്സേ പറഞ്ഞുള്ളൂ, പക്ഷേ അത് മോർ ദാൻ ഇനഫാണ്. ഇവിടെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് ഡിഷസ് നമ്മൾ ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഈവനിങ് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ ഈ ഒരു ഈവനിങ് നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.